സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. യേശു തൻ്റെ സുവിശേഷ ശുശ്രൂഷയിൽ തന്നെ വെളിപ്പെടുത്തരുതെന്ന് അശുദ്ധാത്മാക്കളോട് പറഞ്ഞു. കാരണം യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വെളിപ്പെട്ടാൽ ജനങ്ങൾക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കാൻ ഭയം തോന്നും. കൂടുതൽ അവന് ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ വരും. വലിയ സ്നേഹത്തോടെ ജനങ്ങളെ സമീപിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് തന്നെ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ഒരു ശുശ്രൂഷകനാകുമ്പോൾ നമുക്കുള്ളതിലധികം മേന്മ പറയുവാനാണ് നമ്മൾ പലരും ശ്രമിക്കുന്നത്. എന്നാൽ ശുശ്രൂഷകൻ തിരിച്ചറിയേണ്ടത് ദൈവം എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്തു. ദൈവത്തിൻ്റെ സമാനത വെടിഞ്ഞുകൊണ്ട് ശൂന്യനായി. അങ്ങനെ ശൂന്യനാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതൊരു വലിയ കൃപയാണ്. അതിനായി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.